ഹായ്, ഇന്നൊരു വെറൈറ്റി വീഡിയോ ഇടാന്ന് വിചാരിച്ചു. ഇതെന്താ വാട്ടയിലൊന്നുമില്ലേ? ഞങ്ങളിന്ന് എൻ്റെ വീട്ടിൽ പോയിരുന്നു. ഇതാണ് എൻ്റെ വീട്. എൻ്റെ സ്ഥലം ചടയമംഗലം. അവിടെ നോമ്പൊക്കെ അല്ലേ, അങ്ങനെ വീട്ടിലുള്ളവരെയൊക്കെ കാണാമെന്ന് ചോദിച്ചാൽ പോയതാ. വീട്ടിലുള്ളവരെയൊക്കെ കാണാമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മായും എൻ്റെ അനിയനും എൻ്റെ മാമായും മാത്രമേ ഉള്ളൂ ഇപ്പോൾ തൽക്കാലം വീട്ടിൽ. ഇതാണ് ഞങ്ങളുടെ വീട്. വീട്ടിലും മുറ്റത്ത് അധികം ചെടികളൊന്നും ഇല്ല കേട്ടാ. ഇത് മുല്ല, അടുക്ക് മുല്ല. ഈ മുല്ലയ്ക്ക് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അതെൻ്റെ അനിയത്തി നട്ട മുല്ല. എൻ്റെ അനിയത്തി ഒരുപാട് ഇഷ്ടത്തോടുകൂടി നട്ടതാണ് അത്. അന്ന് തൊട്ടേ അതവിടെ നിൽപ്പുണ്ട്. ഇഷ്ടംപോലെ പൂവുണ്ട് അതിനകത്ത് കേട്ടോ. എപ്പോഴും എല്ലാ സീസണിനകത്തും അതിനകത്ത് മാത്രം എന്താണെന്തോ പ്രത്യേകിച്ച് പൂവാണ്. പിന്നെ ഞാൻ ചെന്നത് പ്രമാണിച്ച് മാവിൽ മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ മാങ്ങ പറിക്കാനുള്ള ധൃതിയിലായിരുന്നു അവിടെ ഉള്ളവരൊക്കെ. ഉള്ളവരൊക്കെയെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മച്ചിയും പിന്നെ ഉമ്മച്ചിയുടെ അയൽവാസികളും ഒക്കെ. എൻ്റെ മക്കൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ്. അവിടെയൊക്കെ വെളിയിലിറങ്ങുന്നത്. അവിടെ ഇഷ്ടംപോലെ മിറ്റമൊക്കെ ഉണ്ട്. ഓടിച്ചാടി കളിക്കാനും കല്ലുമണ്ണും വാരി തിന്നാനും എല്ലാത്തിനും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതുകൊണ്ട് അവിടെ ചെന്നാൽ വെളിയിൽ നിന്ന് അകത്തോട്ട് കയറുന്ന പരിപാടിയില്ല അവന്മാർക്ക്. ഭയങ്കര വെയിലായിരുന്നു, ഭയങ്കര ചൂടും ഭയങ്കര വെയിലും. പിന്നെ ഇഷ്ടംപോലെ മരങ്ങളും കാട് പോലെ റബ്ബറും മാവും പ്ലാവും ഒക്കെ ഇഷ്ടംപോലെ അവിടെ ഉണ്ട്. കണ്ടില്ലേ, ഇഷ്ടംപോലെ ഉണ്ട്. ഇതൊക്കെ അപ്പുറത്തെ അയലൊക്കെ ഉള്ള വീടുകളാണ്. ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. വീട്ടിലൊക്കെ നിറച്ച ആൾക്കാരൊന്നുമില്ല. തങ്ങിയും തങ്ങിയോ ഓരോ വീട്ടിലും 3, 4, 5 ആൾക്കാർക്ക് ദൂരം വെച്ചേ ഉള്ളൂ. ഇത് പിന്നെ എൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സാണ് കൂടുതലിത്. അവന്മാരെല്ലാവരും കൂടെ കൂടിയാലോചിച്ച് നിന്ന് ചെയ്ത് എവിടെ പോവാ അളിയാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടൊക്കെ നിന്നേത്. പിന്നെ ഞാൻ അവന്മാരറിയാതെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അവന്മാരറിഞ്ഞിട്ടില്ല ഞാൻ ഈ വീഡിയോ എടുത്തത്. അവന്മാരറിഞ്ഞ് സമ്മതിക്കത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എടുത്ത വീഡിയോ അത്. ഞാൻ ചെന്നതുകൊണ്ട് ഉമ്മച്ചിക്ക് നിർബന്ധം, നീ ഭയങ്കര പാചകക്കാരിയില്ലേ, നീ എനിക്ക് ഇത്തിരി ജ്യൂസ് ഉണ്ടാക്കി തരുമോ എന്ന് പറഞ്ഞുകൊണ്ട്. എന്താ നമ്മളെ ജ്യൂസ് മുന്തിരി അത് ഉണ്ടാക്കി കൊടുത്ത്. അപ്പം ഉമ്മച്ചി ഞങ്ങൾ ചെല്ലുമെന്ന് അറിയാവുന്നതുകൊണ്ട് തിരളിയപ്പം ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ മാങ്ങ ഉപ്പിലിട്ടൊക്കെ വെച്ചിരുന്നു. ഇത് വീട്ടിലെ ബാക്ക് സൈഡാണ്. അവിടെ ഫുള്ള് കാടാട്ടോ. അവിടെ അങ്ങനെ വൃത്തിയാക്കാൻ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ല. അവിടെ കുട്ടിയും മട്ടിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ നമ്മൾ ഒരു 4:30 കഴിയപ്പം വന്നു. ഇതെൻ്റെ വീടിൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് പെരുമഴ, ഭയങ്കര മഴയായിരുന്നു. അന്ന് ഏറി മഴയും അങ്ങ് തുടങ്ങി. ഓക്കെ ഗൈസ്, ടാറ്റാ.